സോ ഗൈസ് ഇത് പാർട്ട് 2 ആണ്. സോ നമ്മളാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ നമ്മൾ ലിഡിലാണ്. അപ്പോൾ നമ്മളിവിടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോയ. സോ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അത് കാരണം ഇവിടെ നിൽക്കുന്നത് ഇവിടെ ലിഡിൽ മാത്രമല്ല, എൻ്റെ ഇപ്പുറത്ത് കിക്കുണ്ട്, പിന്നെ ടെഡിയും ഉണ്ട്. ജർമ്മനിയിലല്ല, അപ്പോൾ ജർമ്മനിയിലത്തെ കടകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ നെറ്റും ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ത്യയിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമുക്കൊരു ആപ്പ് ഉണ്ട്, അതിൽ നമ്മൾ ചെല്ലണം. സോ ഗൈസ് നമ്മൾ ഇത്തിരി സൗണ്ട് കൊടുക്കുന്നുണ്ട്, ബിക്കോസ് ഇവിടെ അധികം സൗണ്ട് ഇതാക്കാൻ പാടില്ല. അതാണ് നമ്മൾ ഇത്തിരി സൗണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരെ ഇപ്പോഴത്തെ സൈഡിലേക്ക് പോകാം. ഇവിടെ നിന്നൊന്നും എടുക്കുന്നില്ല തൽക്കാലത്തേക്ക്, ആവശ്യമില്ല. നമുക്ക് കുറേ സാധനങ്ങൾ ഇപ്പോൾ അവിടെ കുറേ പച്ചക്കറി ഇരിപ്പുണ്ട്. നമ്മൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പോകണം വീട്ടിലേക്ക്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഇപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. സോ ഗൈസ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഒരു മിഠായി എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ ഫേവററ്റ് മിഠായ. നിങ്ങളിവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു മിഠായി ട്രൈ ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റുള്ളതാണ് ഗൈസ്. പിന്നെ ഒരു തണ്ണിമത്തനുണ്ട്. ഇപ്പോൾ ഭയങ്കര ചൂടാണ് ഇവിടെ, അപ്പോൾ നമുക്ക് ഇത്തിരി ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാനാണ്. പിന്നെ നമ്മൾ ഇത്തിരി ആപ്പിൾ എടുത്തിട്ടുണ്ട്, നല്ല ഹെൽത്തി അത്. പിന്നെ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വേറൊരു പച്ചക്കറി സെക്ഷനിലാണ് നിൽക്കുന്നത്. എൻ്റെ ഇപ്പുറത്തായിട്ടും പച്ചക്കറി സെക്ഷൻ തന്നെ. അപ്പുറത്ത് എനിക്ക് തോന്നുന്നു വെജിറ്റബിൾസ് അല്ല, നമ്മുടെ ഫ്രൂട്ട്സ് സെക്ഷനാണ്. ഇവിടെ കണ്ടോ, ഫ്രൂട്ട്സ് സെക്ഷനാണ്. പല ടൈപ്പിലുള്ള തക്കാളിയും പല ടൈപ്പിലുള്ള പച്ചമുളകൊക്കെ ഉണ്ട് ഇവിടെ. സോ ഗൈസ് പിന്നെ ഇവിടെ കുറച്ച് ഇങ്ങനെ ഫാണ്ടയും കൊക്കക്കോളയും അങ്ങനെ കുറേ ഡ്രിങ്ക്സൊക്കെ ഉണ്ട് ഇവിടെ, കണ്ടോ. പിന്നെ ഇവിടെ കുറച്ച് വെജിറ്റബിൾസും, പിന്നെ ഇവിടെ കുറച്ച് ചിപ്സ്, പിന്നെ ഇത്തിരി ഇവിടെ സോഡ, പിന്നെ അവിടെയൊക്കെ ബ്രെഡ് പോലത്തെ ഐറ്റംസാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് പതിയെ കാണിച്ച് ഗൈസ്. പിന്നെ ഇവിടെ സ്ട്രോബെറി ഉണ്ട്. പിന്നെ നമ്മൾ പച്ചമുളകും പിന്നെ പഴം എടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തിരി മുന്തിരി എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ കുറച്ച് ഹെൽത്തി ഫുഡുകളൊക്കെ ഉണ്ട്, കണ്ടോ, ഹെൽത്തി ഫുഡുകളൊക്കെ ഉണ്ട് ഇവിടെ. എന്നുള്ള ഇവിടെ നമ്മൾ പച്ചക്ക കഴിയതെല്ലാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സോസൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് നമ്മളിത് കഴിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഓരോരോ ക്രീം ബണ്ണും പിന്നെ അത് ബണ്ണും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, കുറേ ടൈപ്പ് ബണ്ണുകളൊക്കെ ഉണ്ട്. പിന്നെ ബ്രെഡൊക്കെ അവിടെ ഉണ്ട്. സോ പിന്നെ മുന്നിലൊക്കെ പുതിയ സൂപ്പർ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ കുറേ ജ്യൂസും അങ്ങനെ ഇതൊക്കെ ഉണ്ട്. നമ്മളിവിടെ നിന്നിട്ട് ജ്യൂസ് എടുക്കണേണ്, ഞാൻ കഴിച്ചോളാം. പിന്നെ ഗൈസ് ഇതെന്ന് പറഞ്ഞാൽ കുറേ ബ്രെഡൊക്കെ ഉള്ള സ്ഥലമാണ് ഗൈസ്. പിന്നെ പെട്ടെന്ന് കട്ട് ചെയ്തത് ഒരു വണ്ടി പോകുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഗൈസ് ഇവിടെ നിന്ന് നമുക്ക് എത്ര തരം വേണമെങ്കിലും ബ്രെഡുകൾ എഴുതാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും, അതിന് മുന്നിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഇതാ ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ അതെങ്ങനെ ചെയ്യണേന്ന് ഗൈസ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്കും പിന്നെ അരി പിന്നെ പാല് ഒക്കെ കിട്ടും. ഇവിടെ മാത്രമല്ല, പാല് അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ് ഇപ്പുറത്ത് ചിക്കനും അങ്ങനെ നമ്മുടെ മീൻ പിന്നെ പശു പിന്നെ ചിക്കൻ പിന്നെ പോത്തുണ്ട്, അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. പിന്നെ ഗൈസ് ഇവിടെ നമ്മുടെ പാസ്ത നൂഡിൽസൊക്കെ കിട്ടേ, ഇവിടുത്തെ മെയിൻ ഫുഡാണ് അതൊക്കെ ഗൈസ്. പിന്നെ ഇത് അടുത്ത സെക്ഷനാണ്, കണ്ടോ, ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന. പിന്നെ ഇവിടെ പറയണ്ടല്ലോ. പിന്നെ ഇവിടെ കുറച്ച് ചിക്കൻ ഐറ്റംസൊക്കെ ഉണ്ട് അവിടെ ഉള്ള പോലെ തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത്തിരി ഓഫേഴ്സൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നേ. അല്ല, ഇത് ഇത്തിരി ഓഫറുള്ളല്ലേ ഗൈസ്. നമ്മുടെ വണ്ടി അവിടെ പോയി, എൻ്റെ പപ്പ മുന്നിൽ ചെന്നപ്പോൾ ഇത് ഇവിടെ പോയി. നമുക്ക് നേരെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. നേരെ അവിടെ എൻ്റെ അമ്മയൊക്കെ നിൽക്കുന്നത് ഗൈസ്. നമ്മുടെ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ പപ്പ മുട്ടയിട്ട് വരുന്നുണ്ട് ഗൈസ്. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മുയലും കഴിക്കേ, പക്ഷെ ഞങ്ങൾ കഴിക്കുന്നില്ലേ, ഞങ്ങൾ ഇന്ത്യൻസ് അല്ലേ. ഇവിടെ ജർമ്മനിയിലാണ്, ജർമ്മനിയിലൂടെ മുയലും കഴിക്കും. നാട്ടിലും മുയൽ കഴിക്കുമെന്ന് തോന്നുന്നുണ്ട്. ചെറിയ തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് ക്ഷമിച്ച് കളഞ്ഞേര് ഗൈസ്. പിന്നെയെന്ന് പറഞ്ഞാണെങ്കിൽ ഇവിടെ KFC പോലത്തെ എന്തൊരു സംഭവമുണ്ട്.
ഗൈസ് പിന്നെയാണ് ഇവിടെ പെപ്പറോണി പാപ്പട്ടോണീസ് പിസ്സ ഉണ്ട്. ശരിക്കും എന്ന് പറഞ്ഞാൽ പിസ്സയൊക്കെ അവിടെ ഉണ്ട് ഗൈസ്. നമ്മൾ ഇതൊക്കെ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്തുണ്ട്, അവിടെ ഉണ്ട് ഗൈസ് പിസ്സ. പിന്നെ ഗൈസ് ഞങ്ങളൊരു ട്രിപ്പ് പോകുന്നുണ്ട് സ്കൂളിൽ, അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ വെക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതെനിക്ക് തോന്നുന്നു വൈനാക്സ്റ്റൻ നമ്മുടെ ക്രിസ്മസിൻ്റെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ ബർത്ത്ഡേയുടെ എന്തോ ഡെക്കറേഷൻസ് ആണെന്ന് തോന്നുന്നുണ്ട്. അതെ. പിന്നെ ഇവിടെ കുറച്ച് പിസ്സേൻ്റെ കൂടെയൊക്കെ കഴിക്കുന്ന സോസുകളുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഡെക്കറേഷൻസ് എന്ന് പറഞ്ഞില്ലേ, അത് തന്നെ ഇവിടെ കുറേ ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഡെക്കറേഷന് പറ്റിയ ലൈറ്റും പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ കുറേ ഫിഷ് ഫ്രൈ അങ്ങനെയൊക്കെ ചെയ്യുന്ന, ഫിഷ് ഫ്രൈ അല്ല ഗ്രില്ല് ചെയ്യുന്നില്ലേ, ഗ്രില്ലാണെന്ന് തോന്നുന്നത്. ഗ്രില്ലല്ലേ അമ്മ ഇത്? അതെ ഗ്രില്ല്. പിന്നെ നിങ്ങൾ നാട്ടിലെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ അതിൽ കൂടി ഇങ്ങനെ കാറ്റ് വരുന്നത്, നല്ല തണുപ്പ് കാറ്റ്, അതിവിടെ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ പെന്നെന്ന് പറഞ്ഞാണെങ്കിൽ അപ്പുറത്തെ സെക്ഷനിലുള്ളത് ഞാൻ കാണിച്ചു തരില്ല, അപ്പുറത്തെ സെക്ഷനിലുള്ളത് ഞാൻ പറയുന്നില്ല. അതെന്ന് പറഞ്ഞാൽ ഇവിടെ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്ത സംഭവം. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ കുറേ സോപ്പും അതൊക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ് ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഓക്കെ യെസ്. പിന്നെ എനിക്ക് സ്കൂളിനൊരു ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന് ജ്യൂസ് എടുക്കാൻ വന്ന കുറച്ച് ജ്യൂസ് എടുത്തില്ല, അതെനിക്ക് വീട്ടിൽ ഉപയോഗിക്കാനായിരുന്നേ. ട്രിപ്പിന് കൊണ്ടുപോകാൻ വല്ല ജ്യൂസ് നോക്കിയാൽ ഞങ്ങൾ. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഇതിൽ കൂടി പുറത്തു പോകാൻ പറ്റില്ല, നമ്മൾ ഇതിൽ കൂടി റൗണ്ട് ചെന്നിട്ട് അവിടെ ബില്ലടിക്കണം ഗൈസ്. പിന്നെയെന്ന് പറയുന്നത് നമ്മളൊരു പ്രിങ്കിൾസ് എടുത്തിട്ടുണ്ട്, സൂപ്പർ മാരിയോയുടെ എഡിഷൻ ഗൈസ്. പെട്ടെന്ന് കട്ട് ചെയ്തെന്നാണെന്നറിയോ, അവിടെ പെട്ടെന്നൊരു വണ്ടി വരുന്നുണ്ട്, അത് പെട്ടെന്ന് കട്ട് ചെയ്തേ. ഞാനൊരു സാധനം കൂടി കാണിച്ചു തരാം ഗൈസ്. പിന്നെ നിങ്ങൾ കണ്ടല്ലോ ഇവിടെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞ വഴിയാതാ. നമ്മളെന്തായാലും അതിൽ കൂടെ തന്നെ പോകാൻ പോകുന്നത്, അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ സോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. ചെറുതായിട്ടൊന്ന് നമ്മുടെ സ്ക്രീൻ വലുതായി പോയെന്നൊരു സംശയം, പെട്ടെന്ന് ഞാൻ ബട്ടർമ്മ പിടിച്ച് നെക്കിയേ ഗൈസ്. പിന്നെ ഇവിടെയാണ് ബിസ്ക്കറ്റ് സെക്ഷൻ, ഇവിടെ നമ്മൾ ബിസ്ക്കറ്റ് എടുക്കാൻ പോകുന്നത്. ബാക്കിൻ ഗൈസ്, ഇതാ ഞാൻ പറഞ്ഞു കേട്ടോ ആ വണ്ടിയിൽ നിന്ന് ഗൈസ്. ഇനി ആകെ 2 ലാസ്റ്റ് സെക്ഷനും കൂടിയേ ബാക്കിയുള്ളൂ, മീനുകളും ഇങ്ങനെ പിസ്സയും അതൊക്കെ ഉള്ള സെക്ഷനും പിന്നെ വെള്ളമുള്ള സെക്ഷനും. അത് കഴിഞ്ഞാൽ പിന്നെ സെക്ഷനൊന്നുമില്ല ഗൈസ്. ഇവിടെ ഒരു കൊക്കക്കോള ഇരിപ്പുണ്ട്, ആദ്യം ഈ വെള്ളത്തിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇവിടെ പിസ്സയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ എടുക്കാൻ പോയേ, അണ്ട് മുന്നിൽ കാണുന്നതാണ് ഗൈസ് എൻഡിങ്, അവിടെ നമ്മൾ ബില്ലടിക്കും. പിന്നെ ഗൈസ് ഇവിടെ ഇത്തിരി ഐസ്ക്രീം ഉണ്ട്. പിന്നെ ഞാൻ ഇത്തിരി വോയിസ് ഡൗൺ ചെയ്യണം, ബിക്കോസ് ഇനി ബില്ലടിക്കാൻ പോണേ ഗൈസ്. ഐസ്ക്രീം എടുത്തു ഗൈസ്, കയ്യിലിരിക്കുന്ന കണ്ടില്ലേ. സോ നമ്മളിനി നേരെ ബില്ലിങ് സ്ഥലത്തിലേക്കാണ് പോകുന്നത്. വെള്ളമൊക്കെ എടുത്തു ഗൈസ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റേഷൻ 5ൻ്റെ എക്സ് ബോക്സിൻ്റെയും സാധനം കാണാൻ പറ്റും, കണ്ടോ ഗൈസ്. നോക്ക് നല്ല രസമുള്ള സ്ഥലമല്ലേ. പിന്നെ ബില്ലടിക്കുന്ന നമുക്ക് കാണിക്കാൻ പറ്റിയില്ല, ബിക്കോസ് അവിടെ കുറേ ആൾക്കാരുണ്ടായി. പിന്നെ ഗൈസ് നോക്ക് നല്ല രസമില്ല ഇവിടെ കാണാൻ. അതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഗൈസ് നമ്മൾ നേരെ പുറത്തിറങ്ങാൻ പോണേണേ ഗൈസ്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ കണ്ടോ ചായ കുടിക്കുന്ന മെഷീനാണ്. ഞാൻ ഒരു ദിവസം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന ഈ ലിഡിയിൽ തന്നെ വരുന്നൊരു വീഡിയോ എടുക്കാം. അപ്പം നമ്മൾ എന്തായാലും ഇതിൽ നിന്നൊരു ചായ കുടിക്കുന്ന ഒരു ഇതെടുത്ത് എടുക്കും. ഗൈസ് ഓഫ് ഇത് സെയിൻ എന്ന് പറഞ്ഞാൽ ബൈ ബൈ എന്നാണ് അർത്ഥം. പിന്നെ ഇത് നമ്മൾ കയറിയ വഴി കണ്ടോ ഗൈസ്, തുറന്ന് തന്നു വരും ഗൈസ്. ലിഡിൽ കണ്ടോ ഗൈസ്. നമ്മൾ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എൻ്റെ വീട് കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു, ബിക്കോസ് ഇവിടെ നിന്ന് ഭയങ്കര സൂര്യനാണ്, അതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല മിക്കവാറും ഗൈസ്. എൻ്റെ മുഖം കാണാമെന്ന് തോന്നുന്നേ, ചെറുതായിട്ട് സൂര്യൻ പ്രദേശം അടിക്കുന്നുണ്ട്, കാണാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഗൈസ്. നമ്മൾ ഇവിടെ വരെ വീഡിയോ എടുക്കുന്നുണ്ട്. ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് പോസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തുമ്പോൾ നമ്മൾ തുടങ്ങും. ഓക്കെ നമ്മൾ ക്രോസ് ചെയ്യാനായിട്ട് പോയാൽ ഞാൻ ക്രോസ് ചെയ്യുന്ന സ്ഥലം കാണിച്ചാൽ ഇനി നിങ്ങൾക്ക് എൻ്റെ വീട് കാണാൻ പറ്റുമെന്നറിയില്ല, നോക്കി നോക്ക്. അവിടെ കണ്ടോ ഗൈസ് ഒരു സ്ഥലം, നമ്മൾ അങ്ങോട്ട് തന്നെയല്ലേ പോകാൻ പോകുന്നത്, അപ്പം അങ്ങനെ തന്നെ കാണിക്കാം.
അപ്പോൾ നമ്മൾ നേരെ ക്രോസ് ചെയ്യാനായിട്ട് പോയാൽ നമ്മൾ ക്രോസ് ചെയ്യാണ്ട് പോകണേ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് പോസ് ചെയ്യണേ ഗൈസ്. കണ്ടോ ഇവിടെ നമ്മൾ ക്രോസ് ചെയ്യാൻ പോയേ ഗൈസ്. അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്തു. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് കണ്ടോ. പിന്നെ പറയണമെങ്കിൽ ഗൈസ് അത് നമ്മുടെ വീട്, നമ്മൾ അങ്ങോട്ട് തന്നെ പോകുന്നത് ഗൈസ്. പിന്നെയെന്ന് പറഞ്ഞാണെങ്കിൽ ഇതിൽ ചെറുതായിട്ട് കളിക്കുന്ന സ്ഥലം ഒരു വീഡിയോ ഞാൻ എപ്പോഴും ഒരു പ്രാവശ്യം ഞാൻ അവിടെയും പോകുന്നൊരു വീഡിയോ ഇടുന്നതായിരിക്കും. നമ്മൾ ഈ പ്രാവശ്യം നേരെ നമ്മുടെ ഡെസ്റ്റിനേഷൻ അതാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഡെലിവറിക്ക് കൊണ്ടുവരുന്ന വണ്ടി. നമ്മുടെ ഡെലിവറിക്ക് കൊണ്ടുവരുന്ന വണ്ടിയാണ് DPD. കണ്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് യുവർ ഡെലിവറി എക്സ്പെർട്സ്. സോ പിന്നെ നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുക. പിന്നെന്ന് പറഞ്ഞാൽ ഇത് സ്റ്റെപ്പ് വഴി ശരിക്കും ഇറങ്ങുന്നത് കണ്ടോ. അവിടെ സ്റ്റെപ്പ് ഉണ്ട്, ആ സംഭവം ഒരു സ്റ്റെപ്പാണ് കണ്ടോ. പക്ഷേ ഇതിപ്പോൾ ഈ സാധനമുള്ള കാരണം ഞാനും എൻ്റെ അമ്മയും കൂടി നേരെ ലിഫ്റ്റിലേക്ക് കയറുന്നത്. മമ്മിയും കൂടി, ഞാനും എൻ്റെ മമ്മിയും കൂടി നേരെ ലിഫ്റ്റിൽ കൂടി കയറി നേരെ മേളിലേക്ക് ചെല്ലും ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ അമ്മ എവിടെ ജോലി ചെയ്യുന്നതെന്ന് ഗൈസ് ഞാൻ കാണിച്ചു തരാം. മുന്നിലേക്ക് തന്നെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. സോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല ക്ലിയറായിട്ട്. ശരിക്കും ഈ വീടുകൾ തന്നെ നിങ്ങളൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഐവിൻ ആഞ്ചലോ ഫിയോൺ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേ സ്ഥലം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ ലിഫ്റ്റിനെടുത്തു. ഇത്തിരി സൂര്യപ്രകാശം ഒടിയും, അതൊന്നും ശരിക്കും കാണാൻ പറ്റുന്നുണ്ടാവില്ല. ചെറിയ പ്രോബ്ലംസൊക്കെ ഉണ്ട്. പിന്നെ കേസ് നമ്മൾ ഞങ്ങളുടെ സൈക്കിൾ കാണിച്ചു തരാവേ. അവിടെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടോ എന്നറിയില്ല. കണ്ടോ കാണിച്ചു തരാം ക്ലിയറായിട്ട്. കണ്ടോ ഈ 2 സൈക്കിൾ ഇരിക്കുന്ന കണ്ടില്ലേ, അതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സൈക്കിളാണ്. അപ്പം നമ്മൾ നേരെ അയ്യോ ഗൈസ് ഇപ്പോൾ തലയും കുത്തി താഴെയാണ് കിടക്കേണ്ടതാ. പിന്നെ ഗൈസ് ഇതിൽ കൂടെ ലെഫ്റ്റ്. ഇതാണ് എൻ്റെ മമ്മി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഗൈസ്. ഓട്ടോമാറ്റിക് ഡോർ. നമ്മൾ നേരെ ലിഫ്റ്റിൻ്റെ അകത്ത് കയറിയ ഗൈസ്. അങ്ങനെ നമ്മൾ ലിഫ്റ്റൊക്കെ കയറി വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത് ഗൈസ്. ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. അങ്ങനെ വീട് എത്തി ഗൈസ്. ഇത് ഞങ്ങളുടെ വീട്, ഞങ്ങൾ ആഘോഷം കാണിക്കുന്നില്ല. സോ ഇവിടെ വെച്ച് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുക. വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.